അപ്പോൾ ഈ എഴുത്തച്ഛൻ്റെ ഈ ഒരു കാര്യത്തിൽ നിന്ന് കേരളത്തിൽ ഒരു സമത്വം കൊണ്ടുവരാൻ പറ്റിയില്ലേ എന്നുള്ളത് തീർച്ചയായിട്ടും നമ്മൾ ചിന്തിക്കേണ്ടതാണ്. അദ്ദേഹമല്ലേ കേരളത്തിലെ ആദ്യത്തെ ഒരു സാമൂഹ്യ പരിഷ്കർത്താവ് സമത്വം കൊണ്ടുവരാൻ വേണ്ടി? കാരണം അതുവരെ സംസ്കൃതം അറിയാവുന്നവർക്ക് മാത്രം വായിക്കാൻ പറ്റിയിരുന്ന ഗ്രന്ഥങ്ങൾ എല്ലാവർക്കും വായിക്കാൻ പറ്റുന്ന ഒരു രീതിയിലേക്ക് അദ്ദേഹം മാറ്റിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിൽ കൂടി ഒരു സമത്വത്തിൻ്റെ ഒരു സന്ദേശം അദ്ദേഹം കൊണ്ടുവന്നു. അതുപോലെ വിനയത്തോടു കൂടി വേണം ഈ പരിജ്ഞാനമുള്ളവർ മറ്റുള്ളവരോട് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കേണ്ടതെന്നുള്ളത് കൂടി അതും ഒരു സമത്വത്തിൻ്റെയും സ്വാതന്ത്ര്യത്തിൻ്റെയും ഒക്കെ ഒരു സന്ദേശം തന്നെയാണ്, സാഹോദര്യത്തിൻ്റെയും ഒക്കെ. അപ്പോൾ ആദ്യത്തെ കേരളത്തിൻ്റെ ഒരു സാമൂഹ്യ പരിഷ്കർത്താവ് തീർച്ചയായിട്ടും ശ്രീ തുഞ്ചത്ത് എഴുത്തച്ഛനാണ്, തിരൂരിൽ നിന്നുള്ള. പക്ഷേ ഒരു ഗതികേട് ഇന്ന് നമ്മൾ കാണുന്നത്, അദ്ദേഹത്തിൻ്റെ ഒരു പ്രതിമ അവിടെ സ്ഥാപിക്കാൻ നോക്കിയിട്ട് ഇതുവരെ പറ്റിയിട്ടില്ല. അന്ന് ഈ പ്രതിമ സൃഷ്ടിച്ച ആ ഒരു കലാകാരനോ അല്ലെങ്കിൽ ശില്പിയും ആ പരിപാടിയിൽ എൻ്റെ അടുത്തുണ്ടായിരുന്നു.